ഡോക്ടർ അതുപോലെ ഒരു സംശയമാണ്, ഈ കഴുത്തിൽ കാണുന്ന എല്ലാ മുഴകളും തൈറോയ്ഡ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഈ തൈറോയ്ഡ് മുഴകൾ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് ശ്രദ്ധിക്കേണ്ടത്? തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് ഓഫ് ദ നെക്ക്, കഴുത്തിൻ്റെ ഏറ്റവും താഴെ ഉള്ള ആ ഭാഗത്ത് ആണ് തൈറോയ്ഡിലുള്ള മുഴകളുണ്ടാകുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ ഏറ്റവും പ്രൊമിനൻ്റായിട്ട് കാണുന്ന ഈ ഭാഗത്തിൻ്റെ പേര് തൈറോയ്ഡ് കാർട്ടിലേജ് എന്നാണ്. അതിൻ്റെ താഴെയായിരിക്കും ഈ മുഴ അനാറ്റമിക്കലി ഉണ്ടായി വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ മിഡിൽ ഏരിയയിലാണ് തൈറോയ്ഡ് മുഴകൾ സാധാരണ കണ്ടുവരുന്നത്. അതേസമയം സൈഡുകളിൽ സാധാരണഗതിയിൽ കഴലുകളിൽ നിന്നുണ്ടായി വരുന്ന മുഴകളാണ് കൂടുതലായി കാണപ്പെടുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ ഫ്രണ്ടിൽ റൂട്ട് ഓഫ് ദ നെക്ക് കാണപ്പെടുന്ന മുഴകളാണ് തൈറോയ്ഡ് മുഴ. ഇത് തൈറോയ്ഡ് ആണെന്ന് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി പല ഇൻവെസ്റ്റിഗേഷൻസും ഉണ്ട്. സർവ്വസാധാരണമായി ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനാണ് അൾട്രാസൗണ്ട് സ്കാൻ. ഏറ്റവും സിംപ്ലസ്റ്റ് വേദനയിൽ രഹിതമായ ഒരു പരിശോധനയാണ്. ആ പരിശോധനയിൽ നമുക്കിത് സോളിഡ് ട്യൂമറാണോ സിസ്റ്റിക് ട്യൂമറാണോ, അതിലെ ഫ്ലൂയിഡ് കണ്ടൻ്റ് ആണോ കൂടുതൽ, അതോ സോളിഡ് മെറ്റീരിയലാണോ, ക്യാൻസർ സംബന്ധമായിട്ടുള്ള ചില ലക്ഷണങ്ങളൊക്കെ അതിലുണ്ടോ, തൈറോയിഡിൻ്റെ ക്യാപ്സ്യൂളിലേക്ക് ഈ ട്യൂമർ വളർന്നിട്ടുണ്ടോ, അതേപോലെ തൈറോയിഡിൻ്റെ ലൊക്കേഷൻ ഇരിക്കുന്നത് നമ്മുടെ ട്രക്കിയ, ശ്വാസം വിടുന്ന ശ്വാസനാളിൻ്റെ സൈഡിലാണ്. അപ്പോൾ അവിടേക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ, ചുറ്റിനും ഡ്രെയിൻ ചെയ്യുന്ന വെയിൻസിലോട്ട് കയറിയിട്ടുണ്ടോ, ഇങ്ങനെ പല ഇൻഫർമേഷൻസും നമുക്ക് ഈ അൾട്രാസൗണ്ട് സ്കാനിൽ നിന്ന് കിട്ടും. അപ്പോൾ ഏറ്റവും സിമ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് സ്കാൻ.